ഞാൻ ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയാണ്. എൻ്റെ പേര് വിശ്വനാഥൻ. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. വള്ളുവനാട്ടിലെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ വെങ്ങാനാട്ട് ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് നെല്ലായ പഞ്ചായത്തിലെ മാരായമംഗലം എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം അനുമാനിക്കാവുന്ന തരത്തില് ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി സമയത്ത് മാറോട് മേഞ്ഞ ഒരു ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇതിന്റെ ആദ്യകാലത്ത് പ്രവർത്തകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ക്ഷേത്രത്തില് അന്ന് മഹാവിഷ്ണുവിന്റെ മഹനീയ രൂപമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലവിഗ്രഹം കയ്യില് വെണ്ണ പിടിച്ചുകൊണ്ട് മുരളി അരയിൽ തിരികൊണ്ട് നിൽക്കുന്ന മനോഹരമായ ഒരു വിഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരൊറ്റ ശ്രീകോവിലാണ് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത്. സാമൂതിരി രാജാവിന്റെ സാമന്ത കോവിലങ്ങളായ രാജവംശങ്ങളിൽ ഒന്നാണ് വെങ്ങുനാട് രാജവംശം. പാലക്കാടൻ ഭാഗവും നിലമ്പൂർ വരെയുള്ള ഭാഗങ്ങളൊക്കെ സാമൂതിരിക്ക് വേണ്ടി ഭരിച്ചിരുന്ന രാജവംശമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ രാജവംശമാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. വെങ്ങുനാട് രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിൽ ആയതുകൊണ്ട് വെങ്ങുനാട് ക്ഷേത്രം കാലക്രമത്തില് പറഞ്ഞ് സംസാര രീതിയിൽ വന്ന മാറ്റം കൊണ്ട് വേങ്ങനാട് ക്ഷേത്രം എന്നായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ ക്ഷേത്രത്തിന്റെ ഊരാളൻ പൊറയന്നൂർ മനക്കൽ ചിത്രഭാനു നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ഡോക്ടറാണ്, പാലക്കാട്ടാണ് താമസം. അപ്പോൾ ശിവന്റെ വിഗ്രഹം ഇതിന്റെ അടുത്തുള്ള മപ്പാട്ട് മനക്കില് അവര് അന്യം നിന്ന് പോയ ഒരു മന, മപ്പാട്ട് മന. ആ മനക്കിൽ നിന്ന് അവിടെ അവര് ആരാധിച്ചു വന്നിരുന്ന ശിവലിംഗം പൊറയന്നൂർ മനക്കിലെ തമ്പുരാക്കന്മാര് അവര് ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അങ്ങനെ അനുഷ്ഠാനങ്ങളോട് സ്ഥാപിച്ച് കോവിൽ നിർമ്മിച്ച് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഉപദേവന്മാരെ ആയിട്ടുള്ള അയ്യപ്പനെയും അതേമാതിരി ഗണപതിക്ക് പ്രത്യേക ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഉപദേവന്മാർക്ക് കോവിലുകൾ നിർമ്മിച്ചത്. അയ്യപ്പന് പ്രത്യേക കോവില് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടും അതിനോട് അടുത്ത് തന്നെ നാഗത്തറയും അതുപോലെ ആഞ്ജനേയ സ്വാമി, ഇവിടെ അടുത്ത സ്ഥലങ്ങളിലൊന്നും തന്നെ ആഞ്ജനേയ വിഗ്രഹമുള്ള ക്ഷേത്രം ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോ ആഞ്ജനേയ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആഞ്ജനേയ സ്വാമിയെ സ്ഥാപിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആചാരാനുഷ്ഠാനോടുകൂടി ഇന്നും പ്രാർത്ഥിച്ച് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ക്ഷേത്ര സമുച്ചയം എല്ലാ ദേവന്മാരും മഹാവിഷ്ണു, ശിവൻ, അയ്യപ്പൻ, ഗണപതി എന്നീ ആഞ്ജനേയ സ്വാമി എന്നിവരുടെ എല്ലാവരുടെയും അനുഗ്രഹവും അവരുടെ എല്ലാ ശക്തിയും ഈ ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിലുപരി അവരുടെ കാര്യങ്ങളിലെ ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം ഈ ഭക്തന്മാർക്ക് അനുഭവിക്കാനും അത് നിർലോഭം തുടർന്നു കൊണ്ടു നടത്താനും സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഈ പ്രധാനപ്പെട്ട ക്ഷേത്ര ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ്. ഞാന് ഡോക്ടർ കെ അജിത്ത്, ഈ ക്ഷേത്രത്തിലെ പബ്ലിസിറ്റി കൺവീനർ കൂടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളെ കുറിച്ചാണ് ഞാൻ ചുരുങ്ങിയ ചില വാക്കുകൾ സംസാരിക്കുന്നത്. മീനമാസത്തിലെ ഉത്രം നക്ഷത്ര നാളിലാണ് നമ്മുടെ ക്ഷേത്രോത്സവം പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. പിന്നെ അന്ന് തന്നെ നമ്മുടെ സർവൈശ്വര്യ പൂജ
നാരായണീയ പാരായണം അതിനോടനുബന്ധിച്ച്, അതുപോലെ തന്നെ മണ്ഡല മകരമാസങ്ങളിൽ നിത്യേന ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട്. മേടമാസത്തിലെ 1-ാം തീയതി നമ്മള് വിഷുപ്പുലരി ദിവസം വിഷുക്കണി ദർശനം വളരെ പ്രധാനമാണ്. കർക്കിടക മാസത്തില് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ, രാമായണ പാരായണം, കർക്കിടവാവ് ദിവസം പ്രത്യേക പരിപാടികള്, അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് നാലമ്പല യാത്ര. ധാരാളം ഭക്തജനങ്ങള്, നൂറുകണക്കിന് ഭക്തജനങ്ങൾ നാലമ്പല യാത്രയിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്നുണ്ട്. ചിങ്ങമാസത്തില് നമ്മളെ ക്ഷേത്രത്തില് ശ്രീകൃഷ്ണ ജയന്തി, വിഷ്ണുവിനെ തൃക്കാക്കരപ്പനുള്ള പൂജ, മഹാദേവര് പൂജ തുടങ്ങിയൊക്കെ ഈ ക്ഷേത്രത്തിൽ പ്രസിദ്ധമാണ്. മറ്റ് പല ക്ഷേത്രങ്ങളും ഭിന്നമായി നിരവധി ഭക്തജനങ്ങൾ മഹാദേവർ പൂജയ്ക്കും തൃക്കാക്കരപ്പനുള്ള നേദ്യത്തിനും ഒക്കെ ഇവിടെ വന്ന് തൊഴുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നതാണ് പ്രത്യേകത. കന്നിമാസത്തില് നമ്മള് സാധാരണ രീതിയിൽ നടക്കുന്ന വിദ്യാരംഭം, പൂജാവെപ്പ്, അതെല്ലാം ഈ രീതി നമ്മുടെ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ പൂജിക്കപ്പെടുന്ന നിരവധി പേർക്ക് ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നതിന് ഈ ക്ഷേത്രവേദി ഭഗവത് സാന്നിധ്യം സഹായകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആയില്യം പൂജ, നാഗത്തറ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. നാഗപ്പാട്ടോട് കൂടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ആയില്യം പൂജ നടത്തി വരുന്നു. പിന്നെ വൃശ്ചിക മാസത്തിൽ നമ്മൾ നിത്യേന ചുറ്റുവിളക്ക്, നിറമാല, ഭജന, അതുപോലെ തന്നെ അഖണ്ഡനാമജപ നൃത്തയജ്ഞം, അതുപോലെ തന്നെ അയ്യപ്പൻ വിളക്ക് ദേശവിളക്കായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഭക്തജനങ്ങൾ അയ്യപ്പൻ വിളക്ക് വഴിപാടായിട്ട് നടത്തി വരുന്നുണ്ട്. പിന്നെ ധനുമാസത്തില് തിരുവാതിര ദർശനം, തിരുവാതിര പൂച്ചൂടൽ, തിരുവാതിര കളി. മകരം കുംഭം മാസത്താണ് നമ്മുടെ ശിവരാത്രി ആഘോഷം നടത്തി വരുന്നത്. വേങ്ങനാട്ട് കലാകേന്ദ്ര എന്ന പേരിലുള്ള ഒരു ക്ഷേത്ര കലാസമിതിയിൽ കുട്ടികള് അവര് നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ടും വാദ്യ താളങ്ങൾ നടത്തിക്കൊണ്ടും ഒക്കെ ഈ പരിപാടികൾ ഭംഗിയാക്കുന്നു. പൊട്ട ഞായറാഴ്ചകളിൽ 9 മണി മുതൽ നമ്മളിവിടെ സത്സംഗം, നാമജപം, ഭഗവത്ഗീത, നാരായണീയ പാരായണം എന്നിവയെല്ലാം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം ഇട്ട് നൽകി വരുന്നു. ഹരിയും, ഞാൻ ഈ വേങ്ങനാട് ക്ഷേത്രത്തിലെ മേശാന്തിയാണ്. എൻ്റെ പേര് മണികണ്ഠ ശർമ്മ, ഗുരുവായൂരാണ് വീട്. നമ്മളിവിടെ ഒരു 3 വർഷമായി ഈ ക്ഷേത്രമായിട്ട് മേശാന്തിയായിട്ട് നമ്മൾ ചുമതലയേൽക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവത ശിവനാണ്. അതുപോലെ തന്നെ അതിൻ്റെ അത്ര പ്രാധാന്യമുള്ളത് വിഷ്ണുവാണ്. ഇവിടെ കാലത്ത് 5:30 മണിക്കാണ് നട തുറക്കുക. അതുപോലെ തന്നെ അത് അടയ്ക്കുക ഒരു 9 മണിക്കാണ്. പിന്നെ വൈകുന്നേരം 5:30-ക്ക് തുറന്ന് 7 മണിക്ക് അടയ്ക്കും. അതിൻ്റെ ഉപദേവതകളായിട്ട് നമുക്ക് ഗണപതി, പിന്നെ അയ്യപ്പസ്വാമി, ഹനുമാൻ സ്വാമി, ഇങ്ങനെ 5 ദേവതകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ശിവൻ ഇവിടെ ശാന്തസ്വരൂപനാണ്. പക്ഷെ മാത്രമല്ല, ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അറിവാണ് ഇവിടെ, ജ്ഞാനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഭഗവാന്റെ. ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ശിവനാണ് ഇവിടുത്തെ ഭാവം. അപ്പൊ ശിവന്റെ പ്രധാന വഴിപാടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 108 കുടം ധാരയാണ് പ്രധാന വഴിപാട്. ശിവന് വിശേഷാൽ നേദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഇടിച്ചു പിഴിഞ്ഞ് പായസമാണ്. അത് ഇടിച്ചു പിഴിഞ്ഞ് പായസം വിശേഷാലാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു ഇവിടെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ്, വെണ്ണ കൈപ്പിടിച്ചിട്ട് നിൽക്കുന്ന ആ ഭാവത്തിലാണ് വിഷ്ണു ഇവിടെ ഉള്ളത്. അതുപോലെ ആ വിഷ്ണു അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ സ്വരൂപനാണ് വിഷ്ണു. കാരണം വിദ്യയാണ് ഇവിടെ പ്രസരിപ്പിക്കുന്നത്. ഇവിടെ സാധാരണ ഭക്തജനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് സന്താനഗോപാല പൂജയാണ് ഇവിടെ കൂടുതലായിട്ട് വഴിപാട് ചെയ്യാറ്. കാരണം സന്താനം ഇല്ലാത്ത ആളുകളൊക്കെ അത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അധികം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഫലം ഉണ്ടാവാറുണ്ട് ഇവിടെ. പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ വെണ്ണ തന്നെയാണ്. വെണ്ണ കൊണ്ടുവന്ന് നേദിക്കുക, അങ്ങനെയാണ്. പിന്നെ ഭഗവാന് വിശേഷാൽ വഴിപാടുകളൊക്കെ പറയുമ്പോൾ ഉണ്ണിയപ്പം നേദിക്കുക, അങ്ങനെ കദളിപ്പഴം, ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനുള്ള വഴിപാട്. അതുപോലെ ഇവിടെ വിശേഷാലായിട്ടുള്ള അഷ്ടമിരോഹിണിയാണ്. ഇവിടെ വിഷ്ണുവിന് ഇവിടെ അഷ്ടമിരോഹിണി, വിഷുക്കണി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തിപ്പോരുന്നു. അതുപോലെ ശിവന് ശിവരാത്രി ക്യാമായിട്ട് ഇവിടെ നടത്താറുണ്ട്. പിന്നെ നമുക്ക് ക്യാമായിട്ട് ഇവിടെ അയ്യപ്പസ്വാമിക്കാണ് ശാസ്താവിന് മണ്ഡലമാസം 41 ദിവസവും നമ്മൾ ചുറ്റുവിളക്കും നിറമാലയും നടത്താറുണ്ട്. പിന്നെ മാത്രമല്ല
കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ദിവസവും ആ ഭജന നടത്തി ആ കുട്ടികൾക്ക് പ്രസാദം കൊടുക്കൽ പതിവുണ്ട്. അവിടെ അയ്യപ്പസ്വാമിക്ക് പ്രധാന വഴിപാടുകൾ അഭിഷേകങ്ങളാണ്. നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് എള്ളുതിരി കത്തിക്കുക, വിശേഷ എള്ളു പായസം, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ സാധാരണ ചെയ്തു വരാറുണ്ട്. ഗണപതിക്ക് ഇവിടെ വെള്ളിയാഴ്ചയാണ്, മുക്തി വെള്ളിയാഴ്ച എന്നില്ല, എല്ലാ വെള്ളിയാഴ്ചയും ഒറ്റപ്പം വഴിപാടുണ്ട്. അപ്പോൾ കാര്യസാധനത്തിനാണ്. പിന്നെ നാളികേരം മുട്ടിറക്കൽ പതിവുണ്ട്. അങ്ങനെ ഗണപതിക്ക് വിശേഷാൽ അങ്ങനെയുള്ള പ്രധാന വഴിപാടുകളൊക്കെ ആയിട്ട് നടത്തി വരാറുണ്ട്. പിന്നെ ഹനുമാസ്വാമിയാണ്. ഹനുമാസ്വാമി ഇവിടെ മുപ്പട്ടി ഞായറാഴ്ച നമുക്ക് വടമാല ഈ കാര്യസാധ്യങ്ങൾക്കൊക്കെ ആളുകൾ ഭക്തനോട് പ്രാർത്ഥിച്ചിട്ട് ദിവസവും ഈ മുപ്പട്ടി ഞായറാഴ്ചകളിൽ വൈകുന്നേരമാണ് ചാർത്തുക. അത് അധികം ഉണ്ടാവാറുണ്ട്. ഒരു 5 6 ദിവസം ആഴ്ചകളിൽ 5 6 വടമാലകൾ വെച്ച് ചാർത്തി ഭഗവാനെ പൂജിച്ച് അവർക്ക് ആ പ്രസാദമൊക്കെ നൽകാറുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ മൊത്തത്തിലെ ഒരു ദേവതാ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ജ്ഞാനത്തിന്റെ മൂർത്തിയായിട്ടിരിക്കുന്ന ദേവതകളാണ് മുഴുവനായിട്ടുള്ളത്. അത് കാര്യസാധ്യത്തിനും വളരെ ഫലപ്രദമായിട്ടുള്ള ദേവതകളാണ്. ഭജിച്ചു കഴിഞ്ഞാൽ ഒരു ഫലം ഉണ്ടാവണ ഒരു ക്ഷേത്രമായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അദ്ദേഹം ഒരു ഗുരുവായിട്ട് തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ ഉള്ളത്. അപ്പൊ അതിന്റെ ജ്ഞാനമൊക്കെ ഇവിടെ ഉണ്ടാവും പറയും. അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതൊക്കെ നല്ലതാണ്, ഇവിടെ വന്ന് തൊഴുന്നതൊക്കെ നല്ലതാണ്. എൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഒരു 7 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലായ പഞ്ചായത്തിൽ ആണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇത് 17-ാം വാർഡിൽ. ഇതിലേക്ക് വരാനുള്ള ഏറ്റവും നല്ല റൂട്ട്, ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ ചെർപ്പശ്ശേരിയിൽ നിന്നും പട്ടാമ്പി റോഡിൽ നെല്ലായ പള്ളിപ്പടിയിൽ നിന്നും മപ്പാട്ടുകര റോഡിലൂടെ ചെർപ്പശ്ശേരി റൂട്ടിൽ വരുമ്പോൾ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഏറ്റവും ചെർപ്പശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ മപ്പാട്ടുകര ബസ് കിട്ടും. ആ ബസ്സിൽ വന്ന് മാരായമംഗലം ഹൈസ്കൂളിൻ്റെ അവിടെ ഇറങ്ങിയാൽ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ ഇല്ല, അത്രയും എളുപ്പമാണ് ഇവിടെ എത്തിച്ചേരാൻ. പട്ടാമ്പിൽ നിന്നാണെങ്കിൽ അത് പള്ളിപ്പടി ഇറങ്ങി ആ പള്ളിപ്പടിക്കിൽ നിന്നും നമുക്ക് മപ്പാട്ടുകര ബസ്സിൽ കയറി അവിടെ എത്തിപ്പെടാൻ പറ്റും. പെരിന്തൽമണ്ണ ഭാഗത്താണെങ്കിൽ മുതിർശി മാവുണ്ട്രിക്കടവ് പാലം വഴി പിന്നെ നമുക്ക് സദ്ദാം റോഡ് വഴി നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണ്. അതാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളാണ്, ഈ ക്ഷേത്രത്തിലെ സപ്താഹം വളരെ ഏറ്റവും ഈ ഏരിയയിൽ വെച്ചിട്ട് ആദ്യം സപ്താഹം തുടങ്ങിയ ക്ഷേത്രമാണ്. അത് ഒരു വിട്ടുപോയതാണ് പറയാൻ. നമുക്ക് ഏതാണ്ട് 24ാമത്തെ സപ്താഹമാണ് അടുത്ത വർഷം നമ്മൾ ആഘോഷിക്കുന്നത്. അത് എല്ലാ വർഷവും ഡിസംബർ 25 മുതൽ ജനുവരി 1 അങ്ങനെയുള്ള സമയത്താണ് നടത്താറുള്ളത്, ക്രിസ്മസ് വെക്കേഷൻ സമയത്ത്. എൻ്റെ പേര് രാമൻകുട്ടിയാണ്. ഞാൻ ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. സുമാർ 45 വർഷത്തിലധികമായി ക്ഷേത്രത്തിൽ ഔദ്യോഗിക സ്ഥാനത്തിരുന്നിട്ടും അല്ലാതെയും ഇവിടുത്തെ ദൈവങ്ങളെ സേവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ക്ഷേത്രത്തിൻ്റെ പല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ആദ്യം ഉണ്ടായ ചുറ്റമ്പലം ഓടുമേഞ്ഞതായിരുന്നു. അത് വളരെ ദ്രവിച്ച നിലയിലായിരുന്നു. ആദ്യം അത് നമ്മൾ ജീർണോദ്ധാരണം ചെയ്തു. അതുപോലെ തന്നെ അഗ്രശാല, അതുപോലെ തന്നെ അയ്യപ്പനുള്ള ശ്രീകോവില്, ഹനുമാൻസ്വാമിക്കുള്ള ശ്രീകോവില്, ഇതെല്ലാം, അതുപോലെ തന്നെ ഗണപതി, അതുപോലെ അതിന് പ്രത്യേകമായ ശ്രീകോവില് പണിതു. പിന്നെ ഇവിടുത്തെ പൂജാരിക്ക് താമസിക്കാനുള്ള പ്രത്യേകമായ ക്വാർട്ടേഴ്സ്, നടപ്പന്തല്, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. ലക്ഷ്മീപതിയായ രാമന്റെ നിർണയം ഇന്നിനി സൽക്കരിച്ചിരുവന്നിനെ ഞാൻ വന്ന കടലോടൊരു സംശയം ഊണം കഴിഞ്ഞുറങ്ങി പുറത്താൻ. എൻ്റെ പേര് രാജലക്ഷ്മി എന്നാണ്. പിന്നെ ഞാൻ മാതൃസമിതിയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളിവിടെ ഒരു മാതൃസമിതി ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ എല്ലാ കാര്യത്തിലും ശുചീകരണത്തിലായാലും, പിന്നെ ഞങ്ങൾ ദിവസേന ഇവിടെ രാവിലെ സഹസ്രനാമം ചൊല്ലും, 6 മണിക്ക് സഹസ്രനാമം ചൊല്ലും. അത് കഴിഞ്ഞ ഭാഗവത പാരായണമുണ്ട്. പിന്നെ ഏകാദശി കഴിഞ്ഞ പ്രദോഷം ഇവിടെ ആചരിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും വന്ന് ശിവശാസ്ത്രനാമം ചൊല്ലും. പിന്നെ ഇവിടെ എല്ലാ 30 ഞായറാഴ്ചയും പ്രസാദം ഇട്ട് അതിനുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കൊണ്ട് കഴിയണത് എല്ലാവരും ചെയ്യലുണ്ട്. എല്ലാ മാതൃസമിതി അംഗങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യലുണ്ട്.